ഒരരയും 2 സോഡായും എളുപ്പം ഇങ്ങട് ഗ്ലാസ്. എന്താണടേ നിനക്കൊരു മരണ വെപ്രാളോ? ഒഴിക്കട്ടെ. എന്താ നിനക്ക് ഇത്ര ആക്രാന്തം? നിന്ന് നിപ്പിൽ ഇയാൾ അടിക്കാറില്ലല്ലോ. ഓ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ? ഇരുട്ടുവാക്കിനെങ്ങനെ ആ കേശവന്റെ കൈ ചെന്ന് പെടണ്ട. ഒരു കാലും കൂടി അടിച്ച് വേഗം പൊയ്ക്കോ. പോടാ. ഇനി അവൻ എന്റെ മുമ്പിൽ വരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു. സൂത്രത്തിൽ 2 പൊട്ടിക്കാനുള്ളതിന് പകരം ഇനി അവൻ വെറുതെ ഇരിക്കൂ. അല്ല മൂർഖമ്പാമ്പിനെ നോവിച്ചാ പേടിക്കണം. ഇവൻ വെറും നീർക്കോലി. പോകാൻ പറയാവിടുന്നു. അത്താഴം മുടക്കാൻ ഇവ മതി. 2 കാലട്, ഒരു സോഡയും. എന്നാ പണിയാ കാണിച്ചേ? എനിക്ക് പഠിക്കണ്ടേ? നിന്നോട് ആരാ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞേ? എനിക്ക് തേക്കണ്ടേ? മതി എന്റെ മോളെ. നീ ഇപ്പം വടി പോലെ തേച്ചു വെച്ചാലും 5 മിനിറ്റ് ചാച്ചൻ ജീപ്പ് ഓടിച്ചു കഴിയുമ്പം പഴം തുണി പോലെ ആവും. നിനക്ക് അങ്ങോട്ട് പറയാമല്ലേ? എന്നാടി? അവനും വരണമെന്ന് ചാച്ചന്റെ കൂടെ. അയ്യോ, വയനാട്ടിലോ? കൊള്ളാം. ഇന്നിപ്പോ മുതലാളി കാണും, ചിലപ്പോ അങ്ങനെ അളിയൻ കാണും. പള്ളിക്കൂടം അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ പോവാം കേട്ടോ. മാനന്തവാടി, തൃശ്ശിലേരി, സുൽത്താൻ ബത്തേരി, പക്ഷിപാതാളം. ചുമ്മാ പറയത്തേ ഉള്ളൂ. അല്ലടി കോതേ, ഉറപ്പാ. പക്ഷെ ഒരു കാര്യം, എല്ലാരും കൊണ്ട് നോക്കിയേ, പരീക്ഷയ്ക്ക് വയറു നിറച്ച് മാർക്ക് വാങ്ങിച്ചോണം. ഞാൻ അല്ലേലും ക്ലാസ്സിൽ ഫസ്റ്റാ. ഇവനാ പൊട്ട. അത് വേണ്ട, അവനെ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ മക്കളെ. യോ അനിയേ, ഒന്ന് പുറത്തോട്ട് വന്നേ, സമയായി. അടയ്ക്കില്ലേ? ഇതും കൂടെ. എന്നാ അത്? കാച്ചി എണ്ണയാ. അതൊന്നും വേണ്ട. നീ തട്ടി തൂവി ഷർട്ടും മുണ്ടും അപ്പടി ചീത്തയാവും. ഒന്നും പറ്റത്തില്ല. കണ്ണി കണ്ട എണ്ണയൊക്കെ തലേ തേച്ചിട്ടാ കഴിഞ്ഞ തവണ ഒരാഴ്ച പനി പിടിച്ച് കിടന്നത്. അച്ചോ, ജോണി, 2-3 ദിവസം ജോണി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ഇപ്പൊ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മുമ്പത്തെ പോലല്ല ജോണി. എനിക്ക് വല്ലാത്തൊരു പേടി. ആ കേശവന്റെ കാര്യം ഓർത്തിട്ടാ? അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ. ഇനി അവൻ ഈ ഭാഗത്ത് കാലൂത്തിയല്ല. ഞാൻ ദൂരയാത്ര പോവാന്ന് ആരോടും പറയണ്ട. ഉള്ളാട്ടും പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത്. അയ്യോ, കുടിക്കാനോ? മുതലാളി കൊള്ളപ്പോഴോ? നല്ല കൂത്തായി. 10 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ മുതലാളി മണം പിടിക്കും. നിന്റെ മൂക്കൊക്കെ എന്തോന്ന് മൂക്ക്. ഇല്ല മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. ജീരവെള്ളം മക്കളെ. കോതേ, മക്കളെ ചാച്ചന് ടാറ്റ പറ. പതുക്കെ പോ ചാച്ചാ. ചാച്ചനും തോപ്പിക്കുന്നു നോക്കോ. ഇനി മക്കളെ തിരിച്ചു വയ്ക്കോ കേട്ടോ.
എന്നാ പിന്നെ ഞങ്ങളിനി പോയിട്ട് പടിയുള്ളതാ. വൈകുന്നേരം വരാം. സെമിനാറിൽ അറിയിക്കാൻ ആള് പോയിട്ടുണ്ട്. ആ പോകാം. കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ വേറെ? ഇല്ല. കുറച്ച് ബ്ലഡ് വേണ്ടി വരും. എന്റെ മതിയാവില്ലേ? എ പോസിറ്റീവ് ആണോ? നോക്കിയിട്ടില്ല. വരൂ. മോനെങ്ങനെ? പുറമേ ഫ്രാക്ചർ ഒന്നും ഇല്ല. തലയ്ക്കുള്ളിൽ വല്ല ഇഞ്ചുറി ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, എ പോസിറ്റീവ് ആണ്. കുറച്ചുകൂടി ബ്ലഡ് എടുക്കണം. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനാ. തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞിട്ട് മതി. ശരി. ആരാണ് ഈ ആനി? കുട്ടിയുടെ അമ്മയാണ്. ആ, ഏതായാലും എമർജൻസി അല്ലല്ലോ. ബ്ലഡ് പുറമേ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. ശരി. സിസ്റ്റർ, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനോട് വിളിച്ചോളൂ. യെസ്. മോനെ, നല്ല വേദനയുണ്ടോ? ഒന്നുമില്ല മോനെ. ഇങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് പറയൂ ഫാദർ. ആ ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടോ ചിരിച്ചോണ്ടല്ലേ കിടക്കുന്നത്. ലേശം പനിയുണ്ട്, അത്രേ ഉള്ളൂ. പനി ഇത് കുറച്ച് പാലാണ്, നല്ലോണം ആച്ചിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. കരയാൻ പാടില്ല. മോനു കരല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരിക്കൂ. കാലത്ത് ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി, കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും? കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ഹീൽ ബി ഓൾ റൈറ്റ്. താങ്ക് ഗോഡ്. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. സിസ്റ്റർ, കുട്ടിയുടെ അമ്മയില്ലേ ആനി, ഒന്ന് വരാൻ പറയൂ. ശരി ഡോക്ടർ. ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ലവ് മാരേജാ. ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറാ. ആ, വരൂ. കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി ഒക്കെ വരാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഈ ആക്സിഡന്റിന് ശേഷം. നോ, ഐ എം ആസ്കിംഗ് അബൌട്ട് യു. എനിക്കോ? മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലും? ഓ, 2-3 തവണ എങ്ങനെ ഉണ്ടായി. ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് സൈനസൈറ്റിസിന്റെ ആണെന്നാ. ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല, ഇങ്ങനെ അകത്ത് വന്ന് സ്ക്വീസ് ചെയ്യുന്ന മാതിരി? ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ചെന്നിക്കുത്ത് പോലെ. എന്തെങ്കിലും മരുന്ന് കഴിക്കും, അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്താ ഡോക്ടറെ? ഒന്നുമില്ല. മിസ്സിസ് ആനി ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുമോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഫാദർ, കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത്. ആദ്യം ഒരു സംശയം തോന്നി, അത് റീകൺഫേം ചെയ്തു. ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ്.
ഫാദർ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ ഫാദർ? ജോണി എന്ന് വരും. 2 ദിവസം കഴിയും. എന്താ? എന്താ അച്ചോ? എന്നീന്ന് എന്താ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ മോന് വല്ല കുഴപ്പമുണ്ടോ? ഏയ്, he is all right. പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? ആനി ഏതായാലും കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഞാനോ? എന്തിന്? എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഈ ഡോക്ടർമാര് പറയുന്നത് അങ്ങനെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വൈസ് ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എന്നോട് തുറന്നു പറയണം. ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. എന്താച്ചോ? ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനിയുടെ ബ്ലഡിൽ ഈ വൈറ്റ് കോർപ്പസൽസിന്റെ കൗണ്ട് വളരെ കൂടുതലാണെന്നാണ്. അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ? മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയതുകൊണ്ട് ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ്, ഈ ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലെന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ കർത്താവേ, ആനി തളർന്നു പോകരുത്. മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത്. ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കൊരു ലക്ഷണപ്പശക തോന്നിയതാ. നീ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചായിരുന്ന മക്കളെ? ഞാൻ ആ വണ്ടി പോലും കണ്ടില്ല ചാച്ചാ. പിന്നെങ്ങനെയാ നമ്പർ ശ്രദ്ധിക്കുന്നത്? കള്ള കഴിവറാമോന്മാര്. എന്നാ ഒന്ന് നിർത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് നോക്കുക. അവനെയൊക്കെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ. ഞാനില്ലാത്തപ്പോ നീയല്ലേ ആനി കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ? ആനി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഡേടാ, അതൊക്കെ ഇറങ്ങ. ഒരാഴ്ച നല്ലോണം ശ്രദ്ധിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എല്ലാം കരിഞ്ഞോടാ? ആ കരിഞ്ഞു. മോനു വേണോണ്ട, നീ എടുക്കണ്ട. ആരുമില്ല. ചാച്ചാ, ഞങ്ങളെയും കൂടെ ഒരു റൗണ്ട് കൊണ്ടുപോവോ? പിന്നെന്താ, വേറെ മക്കൾ വണ്ടിയത്. എന്താ എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല. എന്തിനാ അമ്മ കരയുന്നേ? പേടിച്ച പോലെ ഒരു അപകടവും ഇല്ലാണ്ട് ടോണി തിരിച്ചു വന്നല്ലോ. അതിന്റെ സന്തോഷത്തിലാ. എല്ലാവർക്കും ഇത്തിരി കാപ്പി തിളപ്പിക്കാം. നീ ആ വിറയും കിട്. വിവരങ്ങളൊക്കെ അവനെ ഇങ്ങനെ അറിയിക്കാതിരിക്കുന്നത് ശരിയാണോ? അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല. അവൻ വില്ലനും കള്ളനും ഒന്നും അല്ലച്ചോ.
മനസ്സിന് കട്ടിയില്ലാത്തവനാ, ഒരു പാവം. ഈ വിഷമം കയറി അവനിനി കള്ളുഷാപ്പിൽ തന്നെ താമസമാക്കുമെന്ന ആനയുടെ പേടി. എന്നോടൊന്ന് പറയാനാ അവള് പറയുന്നേ. ഞാൻ എങ്ങനെ അച്ചു ഇങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛൻ വല്യപിതാവിനെ കാണുമ്പോ ഒന്ന് പറയണം. ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാണ്. ഏറിപ്പോയാൽ അവക്കിനി 1 കൊല്ലം. ഞാൻ പറഞ്ഞു നോക്കാം. അച്ഛൻ പറഞ്ഞു നോക്കിയാ പോരാ, അരവനെന്ന് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കാം. നമ്മളെത്തി. എത്തിയെങ്കിലും ഇറങ്ങി അയ്യടാ മുണ്ട് പോയി ഏത് കോഴി? അത് പൊട്ടാൻ ഇവിടെ പട്ടി നല്ല വടിയെടുത്തോ നീക്കോ. ആഹാ, എന്നാടാ വീതടാ, നോക്കിക്കാവുന്നേ കോഴിയെ വിടാ. ആരെയാടാ വിളിക്കുന്നേ? കിട്ടിയടാ, കിട്ടിയോ? വേണ്ടടാ, ഫോട്ടോ അനിയേ. കഴിഞ്ഞ ആഴ്ച മനോരമ പാചകവിധി കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ ഒക്കെ ഒന്ന് ആക്കടി. കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പെരുവഴിയിലും മതി. ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല. ഒച്ച വയ്ക്കണ്ട. സന്ധ്യ സമയത്ത് പിള്ളേർക്ക് 4 അക്ഷരം പഠിക്കണം. അനേ ഇങ്ങോട്ട് ഇറങ്ങി വാടി. ആനമ്മക്ക് ഇഷ്ടത്തിന് പിന്നെ എന്തിനാ നമ്മള് അഴമ്പാക്കുന്നത്? ഞങ്ങൾ പോവാ. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങൾ പോവാൻ വരട്ടെ. ഇത് എന്റെ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്തയുടെ വീടാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. നമ്മള് പോവാ. നമുക്ക് ഷാപ്പിലേക്ക് പോവാം. ഞാനാണോ നീയാണോ ഈ വീടിന്റെ നാഥൻ? പറയടേ, ഞാനാണോ നീയാണോ? തലയിരിക്കുമ്പോ വാല ആടോടി ആടോടി. ഓ, എന്റെ പരിചയക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിച്ചതും പോരാ, ഇപ്പൊ നോക്കി പേടിപ്പിക്കുന്നു. ചാടി കുഞ്ഞേ, ചാടി കുഞ്ഞേ, ആപ്പച്ച. ആഹാ